രാധ, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളിലും ഈ ലോഹങ്ങൾ എത്ര പ്രധാനപ്പെട്ടതാണല്ലേ? കരണ്ടു പോകുന്ന കമ്പികൾ, വണ്ടികൾ, പാലങ്ങൾ എല്ലാം ലോഹങ്ങൾ. അതെ രാജു, നമ്മുടെ ലോകം ഇന്നത്തെ പോലെ ആകാൻ കാരണം ലോഹങ്ങളാണ്. ശിലായുഗം കഴിഞ്ഞപ്പോൾ വന്നത് ലോഹയുഗമാണ്. ചെമ്പ്, വെങ്കലം, ഇരുമ്പ് എന്നിങ്ങനെ ഓരോ ലോഹം ഉപയോഗിച്ച കാലഘട്ടത്തിനും പേരുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ലോഹങ്ങൾ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ലോഹങ്ങളുടെ പ്രധാന ഉറവിടം ഭൂവൽക്കമാണ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന ലോഹങ്ങളെയോ അവയുടെ സംയുക്തങ്ങളെയോ പൊതുവെ ധാതുക്കൾ, മിനറൽസ് എന്ന് വിളിക്കും. അപ്പോൾ ധാതുക്കളും അയിരുകളും തമ്മിൽ എന്താണ് വ്യത്യാസം? എല്ലാ അയിരുകളും ധാതുക്കളാണ്, പക്ഷേ എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഏത് ധാതുവിൽ നിന്നാണോ ഒരു ലോഹത്തെ എളുപ്പത്തിലും ലാഭകരമായും വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്, അതിനെയാണ് ആ ലോഹത്തിന്റെ അയിര് എന്ന് പറയുന്നത്. ഓഹോ, അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റാണെന്ന് ടീച്ചർ പറഞ്ഞതെന്നത് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഇനി അയിരിൽ നിന്ന് ശുദ്ധമായ ലോഹം വേർതിരിച്ചെടുക്കുന്ന വലിയ പ്രക്രിയയെ ലോഹനിഷ്കർഷണം, മെറ്റലർജി എന്ന് വിളിക്കും. ഇതിന് പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ട്. 1. അയിരുകളുടെ സാന്ദ്രണം, കോൺസെൻട്രേഷൻ ഓഫ് ഓർ. 2. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, എക്സ്ട്രാക്ഷൻ. 3. ലോഹശുദ്ധീകരണം, റിഫൈനിംഗ്. രാജു, ആദ്യത്തെ ഘട്ടം എന്താണ് ഈ സാന്ദ്രണം? ഭൂമിയിൽ നിന്ന് കിട്ടുമ്പോൾ അയിരിൽ മണ്ണ്, മണൽ പോലുള്ള മാലിന്യങ്ങളുണ്ടാകും. ഇതിനെ ഗാംഗ് എന്നാണ് വിളിക്കുന്നത്. ഈ ഗാംഗിനെ നീക്കം ചെയ്ത് ലോഹാംശം കൂട്ടുന്ന പ്രക്രിയയാണ് സാന്ദ്രണം. ഈ ഗാങ്ങിനെ മാറ്റാൻ പല വഴികളുണ്ടോ? ഉണ്ട്. 4 പ്രധാന വഴികൾ നമുക്ക് പഠിക്കാനുണ്ട്. 1. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, ലെവിഗേഷൻ. അയിരിന് ഗാംഗിനേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ വെള്ളത്തിൽ കഴുകി സാന്ദ്രത കുറഞ്ഞ ഗാംഗിനെ നീക്കം ചെയ്യുന്നു. 2. പ്ലവന പ്രക്രിയ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. സൾഫൈഡ് അയിരുകളെ സാന്ദ്രണം ചെയ്യാൻ ഇതുപയോഗിക്കുന്നു. അയിര് പൈൻ ഓയിലുമായി ചേർന്ന് പതയായി മുകളിലേക്ക് പൊങ്ങിക്കിടക്കും. 3. കാന്തിക വേർതിരിക്കൽ, മാഗ്നറ്റിക് സെപ്പറേഷൻ. അയിരിനോ ഗാംഗിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ ഈ രീതി ഉപയോഗിക്കാം. മാഗ്നറ്റൈറ്റ് ഇതിന് ഉദാഹരണമാണ്. 4. ലീച്ചിംഗ്. പൊടിച്ച അയിരിനെ ഒരു ലായകത്തിൽ ലയിപ്പിച്ചെടുക്കുന്നു. അയിര് ലയിക്കും, ഗാംഗ് ലയിക്കില്ല. അലുമിനിയം അയിരായ ബോക്സൈറ്റ് ഇങ്ങനെയാണ് സാന്ദ്രണം ചെയ്യുന്നത്. സാന്ദ്രണം കഴിഞ്ഞാൽ അടുത്തത് വേർതിരിക്കലാണല്ലോ, അതെങ്ങനെയാണ്? ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണി അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. 1. ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾ, സ്വർണം, വെള്ളി, മെർക്യുറി. ഇവ പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നതിനാൽ മെർക്യുറിയെപ്പോലുള്ളവയെ നിയന്ത്രിതമായി ചൂടാക്കിയാൽ മതി. 2. ക്രിയാശീലം കുറഞ്ഞതും മിതമായതുമായ ലോഹങ്ങൾ, സിങ്ക്, ഇരുമ്പ്, ടിൻ. ഇവയുടെ അയിരുകളെ ആദ്യം ഓക്സൈഡുകളാക്കും. കാർബണേറ്റ് അയിരുകളെ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്നത് കാൽസിനേഷൻ. സൾഫൈഡ് അയിരുകളെ വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്നത് റോസ്റ്റിംഗ്. ശേഷം ഓക്സൈഡ് അയിരിനെ കോക്ക് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോലുള്ള നിരോക്സീകാരികൾ, റിഡ്യൂസിംഗ് ഏജന്റ്സ് ഉപയോഗിച്ച് ലോഹമായി മാറ്റുന്നു. ക്രിയാശീലം വളരെ കൂടിയ ലോഹങ്ങൾ, സോഡിയം, പൊട്ടാസ്യം, അലുമിനിയം, ഇവയെ വേർതിരിക്കാൻ വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോളിസിസ് എന്ന ശക്തമായ രീതി ഉപയോഗിക്കുന്നു. അപ്പോൾ വേർതിരിച്ചെടുത്ത ലോഹം പൂർണ്ണമായും ശുദ്ധമായിരിക്കുമോ? ഇല്ല, അതിലും ചെറിയ മാലിന്യങ്ങളുണ്ടാകാം. അത് നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹമുണ്ടാക്കുന്നതാണ് ലോഹശുദ്ധീകരണം, റിഫൈനിംഗ്. അതിനും പല വഴികളുണ്ടോ? ഉണ്ട്. 3 പ്രധാന വഴികൾ. 1. ഉരുക്കി വേർതിരിക്കൽ, ലിക്വേഷൻ. ദ്രവണാങ്കം കുറഞ്ഞ ടിൻ, ലെഡ് തുടങ്ങിയ ലോഹങ്ങൾക്ക് ഇതുപയോഗിക്കുന്നു. 2. സ്വേദനം. തിളനില കുറഞ്ഞ സിങ്ക്, മെർക്യുറി തുടങ്ങിയ ലോഹങ്ങളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. 3. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം, ഇലക്ട്രോളിറ്റിക് റിഫൈനിംഗ്. ഇത് കോപ്പർ, സിങ്ക് എന്നിവയെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. അശുദ്ധലോഹം ആനോഡും ശുദ്ധലോഹത്തിന്റെ കഷണം കാഥോഡുമായിരിക്കും. രാജു, ഇരുമ്പ് നിർമ്മാണം എന്നൊരു വലിയ ഭാഗം കൂടി ഈ പാഠത്തിലുണ്ടല്ലോ. അതെ, ഇരുമ്പ് നിർമ്മിക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസ് എന്ന വലിയ ടവറിലാണ്. സാന്ദ്രീകരിച്ച അയിര്, ചുണ്ണാമ്പുകല്ല്, ഫ്ലക്സ് എന്നിവയുടെ മിശ്രിതമാണ് ഫർണസിലിടുന്നത്. ഇതിനെ ചാർജ് എന്ന് വിളിക്കും. ഈ ചുണ്ണാമ്പുകല്ല് എന്തിനാണ് ചേർക്കുന്നത്? അയിരിലുള്ള മണൽ പോലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യാനാണ്. ചുണ്ണാമ്പുകല്ല് താപം കൊണ്ട് കാൽസ്യം ഓക്സൈഡ്, ഫ്ലക്സ് ആയി മാറും. ഈ ഫ്ലക്സ് ഗാങ്ങുമായി ചേർന്ന് ഉരുകിയ രൂപത്തിലുള്ള സ്ലാഗ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇരുമ്പുണ്ടാകുമ്പോൾ സ്ലാഗ് എവിടെയായിരിക്കും? ഉരുക്കിയ സ്ലാഗിന് സാന്ദ്രത കുറവായതിനാൽ അത് ഉരുകിയ ഇരുമ്പിനു മീതെ പൊങ്ങിക്കിടക്കും. ഇത് രണ്ടും പ്രത്യേക ടാപ്പുകൾ വഴി പുറത്തെടുക്കുന്നു. ഈ സ്ലാഗ് സിമന്റ്, റോഡ് നിർമ്മാണം എന്നിവയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന ഇരുമ്പിന് എന്താണ് പറയുന്നത്? അതിനെ പിഗ് അയൺ, കാരിരുമ്പ് എന്ന് വിളിക്കും. അതിൽ 4% കാർബണും മറ്റു മാലിന്യങ്ങളും ഉണ്ടാകും. കാർബണിന്റെ അളവനുസരിച്ച് പലതരം ഇരുമ്പുകളുണ്ട്. കാസ്റ്റ് അയൺ, വാർപ്പെരുമ്പ്, 2%ത്തിൽ കൂടുതൽ കാർബൺ. റോട്ട് അയൺ, പച്ചിരുമ്പ്, 0.2% മുതൽ 0.05% വരെ താരതമ്യേന ശുദ്ധമായ ഇരുമ്പ്. സ്റ്റീൽ, ഉരുക്ക്,
0.5 മുതൽ 1.5% വരെ കാർബൺ അടങ്ങിയ ഇരുമ്പാണിത്. ഇതിൽ മറ്റ് ലോഹങ്ങൾ ചേർത്താൽ സങ്കര സ്റ്റീലുകൾ ഉണ്ടാക്കാം. സ്റ്റീൽ എത്ര ഉപകാരപ്രദമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ തുരുമ്പെടുക്കാത്തതിന് കാരണം അതിൽ ക്രോമിയവും നിക്കലും കാർബണും ചേർത്തതുകൊണ്ടാണല്ലേ? അതെ രാജു, ഇപ്പോൾ നമുക്ക് പാഠഭാഗത്തിലെ എല്ലാ പ്രധാന പോയിന്റുകളും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും.